പിന്നെ ഇതാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. ഡിസൈൻ ഹലോ ഫ്രണ്ട്സ്, സമയം ഇപ്പോൾ രാവിലെ 6 മണിയാണ്. അപ്പോൾ ഇത്ര നേരത്തെ നമ്മളെങ്ങനെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് നയിക്കുവിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട് കൊച്ചിയിൽ. 10 മണിക്കാണ് ഇവൻ്റ്. പക്ഷേ എന്നാലും നമ്മൾ 7 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാമെന്ന് വെച്ചു. ആലുവയിലെത്തി. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കൊച്ചിയല്ലല്ലോ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലുലു മാളിൽ പോകും. അപ്പോൾ 2 ആൾക്കാരും കൂടി ഉണ്ട്, സുനിലും ഉണ്ട്, ജോയിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ആൾ കൂടിയിട്ടാണ് ഈ ഇവൻ്റിന് പോകുന്നത്. രാജ്യത്തിലാണ് കൊച്ചി, രാജ്യത്തിലാണ് ഈ ഇവൻ്റ് നടക്കുന്നത്. മെട്രോ എത്തിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടപ്പള്ളി ലുലു മാളിൽ അവിടെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ അടുത്താണ് ഹോട്ടൽ, മാരിയറ്റാണ് ഹോട്ടൽ. ഇനി നമുക്ക് ഹോട്ടലിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ, കൊച്ചി മാരിയറ്റ്. അപ്പോൾ നമ്മുടെ ലുലു മാളിൻ്റെ തൊട്ട് ബാക്കിലാണ് കൊച്ചി മാരിയറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ടോട്ടൽ ലുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി മാരിയറ്റിൽ പോണേ. കൊച്ചി മാരിയറ്റ് ഒരു രക്ഷയില്ലാത്ത ഹോട്ടലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും, 5 സ്റ്റാർ ഹോട്ടലാണ്. ടോപ്പ് കൊച്ചിയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഹോട്ടലുകളിലൊന്നാണ്. അവിടുത്തെ പാർക്കിംഗ് നോക്കി മൊത്തം അടിപൊളി വണ്ടികളാണ്. മെയ് ബാക്ക് റേഞ്ചറൊക്കെ ഉണ്ടായിരുന്നു, കിട്ടില്ല വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ 2-3 സാധനങ്ങൾ കിട്ടി. കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ അത് നമുക്കൊരു ഐക്യൂൻ്റെ ടാഗാണ്, പിന്നെ നമുക്ക് അത് കഴുത്തിലിടാനുള്ളൊരു വെള്ളിയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് 3 സാധനമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാം, അല്ലെങ്കിൽ ചായയും ജ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ അത് കുടിക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ. അപ്പം ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് ചായ, ജ്യൂസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമൂസ, ബിസ്ക്കറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാനപ്പോൾ കുറച്ച് സമൂസ എടുത്തു. പിന്നെ അതുപോലെ തന്നെ സിറിലൊക്കെ ചായയാണ് കുടിച്ചത്. ഞാൻ ജസ്റ്റ് ഒരു ജ്യൂസ് എടുത്തു, ഒരു ലിച്ചിയുടെ ജ്യൂസ്. നമ്മളിത് ഈ ബന്ധിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, സിറിൽ, ജോയില്, പിന്നെ ബാക്കിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു, ജ്യൂസ് കുടിച്ചു. ഞാൻ ജ്യൂസ് കുടിച്ചു, യോമാര് ചായ കുടിച്ചു. ഞാൻ ചായ കുടിച്ചു, ജ്യൂസ് കുടിച്ചു. അതെ, രണ്ടും കുടിച്ച്. പിന്നെ അതാണ് സമൂസയാണ് കഴിക്കാണ്ടായിരുന്നത്. പിന്നെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നോണ്ട് സമൂസ എടുത്ത്. കുക്കീസ് ഉണ്ടായിരുന്നു. കുക്കീസ് കഴിച്ചില്ല, നമ്മളെല്ലാം വലിച്ചു കഴിച്ചിട്ടുണ്ട്. ശരി. അപ്പൊ അത്രയുള്ള നമ്മൾ ഈവന്റിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കയറിയുണ്ട്. ഇന്ത്യൻ സമൂസ മാത്രം കഴിച്ചു. അതെ, നോർത്ത് ഇന്ത്യൻ എന്തോ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈവന്റിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ്, ഏറ്റവും ഫ്രണ്ടല്ല, ഫ്രണ്ടിലത്തെ ഏറ്റവും ബാലൻസ് ഉണ്ട്. അതെ, 3ാമത്തെ സീറ്റിലിരിക്കുന്നുണ്ട്. 3ാമത്തെ റോയില് ലെഫ്റ്റ് സൈഡില് കോർണറിനായിട്ട് മൂലക്ക് പിടിച്ചിരിക്കുന്നു നമ്മൾ. അതെ, ഒരു മൂല പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇവന്റ് തുടങ്ങിയിട്ട് കാണിച്ചത് ഇതാണ് നമ്മുടെ ഇവന്റിന്റെ മൊത്തത്തിലുള്ള ലുക്ക്. അപ്പൊ അധികം ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടില്ല, സമയമാവണുള്ളൂ. അപ്പൊ എല്ലാവരും വരണുള്ളൂ. പിന്നെ അപ്പുറത്തെ രജിസ്ട്രേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സർവീസ് ഉണ്ട്. അതായത് ജോയില് അവിടെ സർവീസ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് സർവീസിങ്ങും ബാക്ക് കവറും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മോഡറേറ്റർ ആയിട്ട് ഇപ്പോൾ 4 വർഷമായി. ഇത് നമ്മുടെ 4ാമത്തെ ഇവന്റ് ആണ്. ഫസ്റ്റ് പറഞ്ഞ പോലെ ചെറിയൊരു പ്രസ് മീറ്റ് ആയിരുന്നു. സെക്കൻഡ് നമുക്ക് നിയോ 9 പ്രോയുടെ ഒരു started the speaking sessions, and the reason why we need to use it because now we have solution. Now we have Silicon Tech, right? The IQ15 ആണ്. So let's unbox it. Top gamers are using this app only. അപ്പോൾ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവിടെ ഫുഡ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഞങ്ങൾ ഇതൊക്കെയാണ് എടുത്തത്. ഒരുവിധ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ഫുഡിന്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് വാഷ്റൂം ഇവിടുത്തെ ഒന്ന് കാണിച്ചു തരാം. സെറ്റപ്പ് വാഷ്റൂമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. വലിയ മിറേഴ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സെൻസറുള്ള പൈപ്പാണ്. ജസ്റ്റ് ഇതേപോലെ കയ്യൊന്ന് കാണിച്ചാൽ മതി, അപ്പോൾ ഇതേപോലെ വെള്ളം വരും. പിന്നെ അതേപോലെ തന്നെ നമ്മളവിടെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഡെസേർട്ട് ഐറ്റംസ് ആയിട്ട് ഐസ്ക്രീം, ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ചോക്ലേറ്റ് ഐസ്ക്രീമും പിന്നെ അപ്പോൾ തന്നെ കുറച്ച് ഫ്രൂട്ട്സാണ് എടുത്തത്. പിന്നെ അപ്പോൾ തന്നെ അവിടെ ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ ഞങ്ങൾ 3 ആളും പോയി ഓരോ ഫോട്ടോ എടുത്തു. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്രിൻ്റ് എടുത്ത് 3 ആൾക്ക് ഓരോ കോപ്പി വെച്ച് തന്നു. അപ്പോൾ അത് അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ് എന്ന് പറയുന്നത് 512 വേരിയൻ്റാണ്. റാം വന്നിട്ട് 16 GB ആണ്, 15 GB സ്റ്റോറേജ്. ബാറ്ററി ലൈഫ് ആണെങ്കിൽ കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് 7000 mAh ബാറ്ററി വരെ നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ മിനിമം ഒരു 2 ദിവസം വരെ പക്കയായിട്ട് ഫോൺ ഓടും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. ഡിസൈൻ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ കാണാനായിട്ട് നല്ല രസമായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇനി ലുലു മാൾ കയറിയിട്ട് പോകാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഐക്യൂൻ്റെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടി.
ഐക്യൻ്റെ ഒരു കുപ്പിയാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ലുലു മാളിലോട്ട് കയറാം. അപ്പോൾ ലുലു മാളിൽ ചെന്നപ്പോൾ അവിടെ എന്താണ്ട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചില പരിപാടിയൊക്കെ നോക്കിയിരുന്നു. എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ പുതിയ iPhone 17 ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിൻ്റെ ഇമേജിൻ സ്റ്റോറിൽ ഇമേജ് എന്ന് പറഞ്ഞ സ്റ്റോറിൽ കയറി. അതിന് ശേഷം ഇതാണ് നമ്മുടെ 17 സീരീസ് മൊത്തം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 17 Pro Max ആണ്. ക്യാമറ ഒന്നും രക്ഷയില്ല, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഈ ഓറഞ്ച് കളറ് അതും കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അത് കുറച്ച് നോക്കി. പിന്നെ അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. 17 സീരീസ് മൊത്തം നമ്മൾ നോക്കി. അപ്പോൾ ഇത് 17 Pro ആണ്. ബ്ലൂ കളറാണ് അവിടെ 17 Pro ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ 17 Air ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. 17 Proയും അതേപോലെ തന്നെ 17 Pro Maxും അടുത്തടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ സൈസ് അപ്പോൾ ഇതാണ് ഓറഞ്ചും അതേപോലെ തന്നെ ബ്ലൂ കളറും 17 സീരീസ് പ്രോയും Pro Maxും. അപ്പോൾ പിന്നെ നമുക്കിനി 17 Air കാണിച്ചു തരാം. അപ്പോൾ അത് ഇരിക്കുന്നതാണ് 17 Air. ഭയങ്കര ലൈറ്റ് ഭയങ്കര തിന്നായിട്ടുള്ള സംഭവമാണ് 17 Air. പിന്നെ അതുപോലെ തന്നെ 17 കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് 17 ഗ്രീൻ കളർ 17 ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ ജസ്റ്റ് പ്രൈസും ഞാൻ ജസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റോറിൽ തന്നെ കുറേ സംഭവങ്ങൾ അടിപൊളി സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. നമ്മുടെ iPad, MacBook, iMac അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് കുറച്ച് റേറ്റ് കുറഞ്ഞ iPad A16 ആണെന്ന് തോന്നുന്നു. ഏകദേശം പ്രൈസ് ഞാൻ പറഞ്ഞ പ്രൈസ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 34-33 റേഞ്ചാണ്. A16 എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ അതിന് ശേഷം ഇത് iMacഉം പിന്നെ അതിൻ്റെ കീബോർഡ് മാജിക് മൗസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വില കൂടിയ iPad നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. iPad Pro സീരീസ് ഇത് 126, 127 ആ റേഞ്ച് വരും. പിന്നെ അതുപോലെ 97 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. Pro സീരീസ് ആകുമ്പോൾ നല്ല വലുതാണ്, കാണാൻ ഭയങ്കര വലിപ്പമാണ്. 13 ഇഞ്ച് ആണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ കയറിയ സ്റ്റോർ, ആപ്പിളിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞ സ്റ്റോർ. അടിപൊളി സംഭവമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയ ശേഷം കുറേ അധികം ആക്ഷൻ ഫിഗേഴ്സ് വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു. ഇത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റോറല്ല, ഇതിങ്ങനെ പുറത്ത് ലുലു മാളിൻ്റെ ഉള്ളിൽ തന്നെ പുറത്ത് ഒരു സ്റ്റോർ അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ച് വിൽക്കുന്നതാണ്. അടിപൊളിയായിരുന്നു. ഇഷ്ടംപോലെ ആക്ഷൻ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു, കുറേ അടിപൊളി ആക്ഷൻ ഫിഗേഴ്സുകൾ. അപ്പോൾ അതൊക്കെ കുറച്ച് നോക്കിയിരുന്നു. അത്യാവശ്യം നല്ല പ്രൈസൊക്കെ ഇന്നെ മിക്ക സാധനങ്ങൾക്കും. എന്നാലും ജസ്റ്റ് കാണാൻ നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ചെറിയ ഇതേപോലത്തെ സംഭവങ്ങളും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതിന് ശേഷം നമ്മൾ ഷേക്ക് കുടിക്കാൻ കയറി. ഞാൻ ജസ്റ്റ് ബട്ടർ സ്കോച്ചാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ജോയിലും ബട്ടർ സ്കോച്ച് ഓർഡർ ചെയ്തു. സിറിലൊരു വാട്ടർമെലൺ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഐക്യു തന്ന ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് ഐക്യു തന്ന ഗിഫ്റ്റ്. ഒരു വാട്ടർ ബോട്ടിലായിരുന്നു ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി വാട്ടർ ബോട്ടിലാണ്, ഐക്യുവിൻ്റെ ലോഗോ സൈഡിൽ കൊടുത്തിട്ട്. പിന്നെ അതേപോലെ തന്നെ മുകളിൽ ഇതേപോലെ സിപ്പർ വാട്ടർ ബോട്ടിലാണ്, ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു അത്യാവശ്യം നല്ല അടിപൊളി വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ എന്തായാലും അത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.